നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പേരിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും പ്രതിരോധത്തിലാക്കി മറ്റൊരു വലിയ വിഷയം കൂടി സോഷ്യൽ മീഡിയയിൽ പുകയുകയാണ്. E20 ജനതാ പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പേജുകളും സജീവമാണ്. E20 എന്ന പേരിൽ ചർച്ചയാവുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ എഥനോൾ ചേർക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. 100% ശുദ്ധമായ പെട്രോൾ ഉപയോഗിക്കുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അവകാശമായിരിക്കെയാണ് 2018 മുതൽ പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് കേന്ദ്ര സർക്കാർ നിർബന്ധിത നയമാക്കിയത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി 20% എഥനോൾ ചേർത്ത പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2029 ഇത് ഘട്ടം ഘട്ടമായി ഉയർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറക്കുക, അന്തരീക്ഷ മലിനീകരണം തടയുക, പ്രാദേശിക കർഷകരെ സഹായിക്കുക എന്നിവയൊക്കെയാണ് സർക്കാർ പറയുന്ന കാരണങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി സാധാരണക്കാരുടെ വാഹനങ്ങളുടെ ഫ്യുവൽ പമ്പ്, എഞ്ചിൻ പൈപ്പുകൾ, ഗ്യാസ്കറ്റുകൾ എന്നിവ വേഗത്തിൽ കേടാവുന്നു. 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങിയ വാഹനങ്ങൾ ഒരു പരിധിവരെ ഇതിന് അനുയോജ്യമാണെങ്കിലും അതിനു മുമ്പ് നിരത്തിലിറങ്ങിയ ദശലക്ഷക്കണക്കിന് വാഹനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. കൂടാതെ സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് E20 പെട്രോൾ അടിക്കുമ്പോൾ 3 മുതൽ 5% വരെ മൈലേജ് കുറയുമെന്ന് കേന്ദ്ര മന്ത്രാലയം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്രമുഖ സോഷ്യൽ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമായ ലോക്കൽ സർക്കിൾസ് ഈ വർഷം നടത്തിയ സർവേയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞതിന്റെ ലാഭം പെട്രോൾ വില കുറച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് നൽകേണ്ട സർക്കാർ അതും ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നിതിൻ ഗഡ്കരിയുടെയും കുടുംബവും പ്രതിക്കൂട്ടിലാക്കുന്നതിനുള്ള കാരണങ്ങൾ കൂടി പരിശോധിക്കാം. ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരി മാനേജിംഗ് ഡയറക്ടറായ സിയാൻ അഗ്രോ എന്ന കമ്പനിയാണ് രാജ്യത്തെ എഥനോൾ നിർമ്മാണത്തിലും വിതരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നത്. 2017 മെയ്യിൽ 12.50 രൂപ ഓഹരി മൂല്യമുണ്ടായിരുന്ന ഈ കമ്പനിക്ക് ഈ എഥനോൾ നയം വന്നതിന് ശേഷം 9 വർഷം കൊണ്ടുണ്ടായത് 940% വൻ വളർച്ചയാണ്. ഹരിത ഊർജത്തിന്റെയും കർഷക ക്ഷേമത്തിന്റെയും പേരിൽ നടപ്പാക്കിയ ഒരു നയം മൂലം ജനങ്ങൾക്ക് മൈലേജും എഞ്ചിനും നഷ്ടപ്പെടുമ്പോൾ ഭരണാധികാരികളുടെ കുടുംബത്തിലേക്ക് കോടികളുടെ ലാഭമാണ് ഒഴുകിയെത്തുന്നത് എന്ന് വലിയ വിമർശനമാണ് ഇപ്പോൾ രാജ്യത്ത് ഉയരുന്നത്. ഇതൊരു ചെറിയ സാമ്പത്തിക നഷ്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ നികുതി പണവും വണ്ടികളുടെ ആയുസ്സും ബലി കൊടുത്ത് ആരൊക്കെയോ അണിയറയിൽ കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ്.